ഇടുക്കി പൂപ്പാറയിൽ കാട്ടാനശല്യം രൂക്ഷം. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 4 തോട്ടം തൊഴിലാളികളാണ് കാട്ടാനകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കാട്ടാനശല്യം നിമിത്തം പൂപ്പാറയിലെ പല തോട്ടങ്ങളിലും തൊഴിലാളികൾ ജോലിക്കെത്തുന്നില്ല. ദിവസങ്ങൾക്ക് മുമ്പാണ് പൂപ്പാറയ്ക്ക് സമീപമുള്ള മൂലത്തറ ഏലത്തോട്ടത്തിൽ ജോലിക്ക് പോയ രാസയ്യ എന്ന തൊഴിലാളിയെ കാട്ടാന ചവിട്ടിക്കൊന്നത്. മേഖലയിൽ സ്ഥിരമായെത്തുന്ന ആനയാണ് തൊഴിലാളിയെ ചവിട്ടിക്കൊന്നതെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതോടെ ഈ ആന കൊലപ്പെടുത്തിയവരുടെ എണ്ണം 4ആയി. ഏലക്കാടുകൾ നിറഞ്ഞു നിൽക്കുന്നതിനാൽ ഇതിന്റെ മറവിൽ നിൽക്കുന്ന ആനയെ പലപ്പോഴും നാട്ടുകാർക്ക് കാണാൻ സാധിക്കില്ലെന്നതാണ് അപകടങ്ങൾ ഉണ്ടാകുന്നതിന്റെ മുഖ്യ കാരണം. ആനശല്യം രൂക്ഷമായതോടെ തോട്ടം മേഖലയിലുള്ളവർ വീടിന് പുറത്തിറങ്ങാൻ പോലും മടിക്കുകയാണ്. വർഷത്തിൽ ഒരാളെങ്കിലും ഇവിടെ വെച്ച് കൊല്ലുന്നുണ്ട് ഇപ്പോൾ ആന ഒഴിച്ച്. പിന്നെ ഫോറസ്റ്റുകാരോ മറ്റാൾക്കാരോ ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല, നോക്കുന്നില്ല. അവർ വരും, ആ സമയമാകുമ്പോൾ വരും, എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് പറയുമ്പോൾ ഒന്നിച്ചങ്ങ് പോകും. അല്ല വേറെ ഒന്നും നോട്ടമൊന്നുമില്ല അവർക്ക്. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളെല്ലാം പരാതിയൊക്കെ പറഞ്ഞു, പക്ഷേ അവരാരും ചെയ്യാമെന്ന് പറഞ്ഞു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആനശല്യം സംബന്ധിച്ച് വനം വകുപ്പിന് പലതവണ പരാതി നൽകിയിട്ടും നടപടികൾ ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ആനയുടെ ആക്രമണം വർദ്ധിച്ച സാഹചര്യത്തിൽ ഭീതിയിലായ തോട്ടം തൊഴിലാളികൾ ജോലിക്ക് പോകാൻ പോലും മടിക്കുകയാണ്. തൊഴിലാളികൾ എത്താത്തതിനാൽ തോട്ടങ്ങളിലെ ജോലിയും നിരന്തരമായി മുടങ്ങുന്നു. ഇത് തോട്ടം മേഖലയെ നഷ്ടത്തിലേക്ക് നയിക്കുമെന്നാണ് തോട്ടമുടമകളുടെ പക്ഷം. കാട്ടാനകളെ നിയന്ത്രിക്കാൻ വനംവകുപ്പ് ഉടൻ പരിഹാരമാർഗങ്ങൾ അവലംബിച്ചില്ലെങ്കിൽ തോട്ടം മേഖല അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. യദു നാരായണൻ, റിപ്പോർട്ടർ, ഇടുക്കി.